നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ താപനത്തിന്റെ ആവേശത്തിൽ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടെടുപ്പ് ബുധനാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ 1,94,706 വോട്ടർമാർ. മികച്ച പോളിംഗ് പ്രതീക്ഷിച്ച മുന്നണികൾ. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിവാദമായ പത്രപരസ്യത്തിൽ പ്രതികരണവുമായി മന്ത്രി MB രാജേഷ്. വിദ്വേഷ പ്രചാരണം നടത്തിയ സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് കോൺഗ്രസ് ആണെന്നും പരസ്യത്തിലൂടെ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി. വിശദീകരണം: കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മറ്റൊരു രീതിയാണ് പത്രപരസ്യമെന്ന ഷാഫി പറമ്പിൽ MPയുടെ ആക്ഷേപത്തിന് പിറകെ പരസ്യം നൽകിയ പത്രങ്ങളോട് കളക്ടർ വിശദീകരണം ആവശ്യപ്പെട്ടു. റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിൽ. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കടകൾ അടച്ചിട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ. 2 മാസത്തെ കുടിശ്ശികയായ കമ്മീഷൻ അനുവദിക്കണമെന്നും വേതനം പരിഷ്കരിക്കണമെന്നും പ്രധാന ആവശ്യം. കുന്നംകുളത്ത് കടന്നലുകളുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്ക്. കടന്നൽ കുത്തേറ്റ ഒരാളുടെ നില ഗുരുതരം. സംഭവം കുന്നംകുളം പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ. കുന്നംകുളം പാറേമ്പാടത്ത് കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. 3 തീർത്ഥാടകർക്ക് പരിക്ക്. ദീർഘദൂര ട്രെയിനുകൾക്ക് വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് പാലക്കാട് മുന്നോട്ട്. റെയിൽവേ സ്റ്റേഷനിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ദീർഘദൂര വണ്ടികൾ പലതും ഷൊർണൂരിൽ സ്പർശിക്കാത്ത സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സത്വര നടപടി അനിവാര്യമെന്ന് പാലക്കാട് മുന്നോട്ട് ഭാരവാഹികൾ. വാണിയംകുളം പനയൂരിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷം. വാഹനങ്ങൾക്കു നേരെ തെരുവുനായ്ക്കൾ കുരച്ചു ചാടുന്നത് അപകടങ്ങൾ പെരുകാൻ കാരണമാകുന്നു. വിദ്യാർത്ഥികൾക്കും തെരുവുനായ്ക്കൾ വലിയ ഭീഷണി. വിവിധ കേസുകളിലായി ചെറുതുരുത്തി പോലീസ് പിടിച്ചിട്ട വാഹനങ്ങൾ ലേലം ചെയ്യും. നടപടി സ്റ്റേഷൻ കോമ്പൗണ്ടിൽ വാഹനങ്ങൾ പെരുകിയത് സ്ഥലപരിമിതി രൂക്ഷമാക്കിയ സാഹചര്യത്തിൽ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പോലും ഇപ്പോൾ കോമ്പൗണ്ടിന് പുറത്തു നിർത്തിയിടേണ്ട അവസ്ഥ. വാർത്തകൾ വിശദമായി. ആവേശകരമായ രാഷ്ട്രീയ താപനത്തിന് സാക്ഷ്യം വഹിച്ച പാലക്കാട് ബുധനാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. നവംബർ 20 രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 1,94,706 വോട്ടർമാരാണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിലുള്ളത്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് അക്ഷരാർത്ഥത്തിൽ ആകാംക്ഷയുടെയും ആവേശത്തിന്റെയും മുൾമുനയിലാണ്. ബുധനാഴ്ച മണ്ഡലം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 1,94,706 വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുക. ഇതിൽ 1,290,000 പേർ സ്ത്രീ വോട്ടർമാരാണ്. 2,306 പേർ 85 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരും 780 വോട്ടർമാർ ഭിന്നശേഷിക്കാരും 4 പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ്. 2,445 കന്നി വോട്ടർമാരും 229 പ്രവാസി വോട്ടർമാരുമുണ്ട്. ബുധനാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 5:30 മോക്കോൾ ആരംഭിക്കും. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ വച്ച് നടന്നു. സ്ട്രോങ് റൂം പ്രവർത്തിക്കുന്ന വിക്ടോറിയ കോളേജ് തന്നെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായി പ്രവർത്തിച്ചത്. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക. 20 രാത്രി തന്നെ കോളേജിലെ ന്യൂ തമിഴ് ബ്ലോക്കിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിലേക്ക് ഇവ മാറ്റും. 3 പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 184 ബൂത്തുകളിലായി പോളിംഗ് നടക്കും. 180 ബൂത്തുകൾക്ക് പുറമെ 4 ഓക്സിലറി ബൂത്തുകളടക്കമാണ് 184 ബൂത്തുകൾ. 1,500-ൽ കൂടുതൽ വോട്ടർമാരുള്ള ഇടമാണ് ഓക്സിലറി ബൂത്തുകളായി തയ്യാറാക്കിയിട്ടുള്ളത്. വനിതാ ഉദ്യോഗസ്ഥർ മാത്രം നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് ബൂത്തും അംഗപരിമിതർ നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് ബൂത്തും 9 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും മണ്ഡലത്തിലുണ്ടാകും. പോളിംഗ് ബൂത്തുകളിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. സമ്പൂർണ്ണ ഹരിതചട്ടം പാലിച്ചാണ് പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. പോളിംഗ് സ്റ്റേഷനുകളിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് റിസർവ് അടക്കം 220 വീതം ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളും 239 VVPAT യൂണിറ്റുകളുമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ടായാൽ പരിഹരിക്കാനായി ബെല്ലിൽ നിന്നുള്ള 2 എഞ്ചിനീയർമാരും പാലക്കാട്ടെത്തിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ് കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് വെബ് കാസ്റ്റിംഗ്. സിവിൽ സ്റ്റേഷനിലെ കോൺഫറൻസ് ഹാളിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ
ബൂത്തുകളിൽ നിന്നുള്ള വെബ്കാസ്റ്റിംഗ് സൂക്ഷ്മമായി നിരീക്ഷിക്കും. ജില്ലാ കളക്ടറുടെയും ADMന്റെയും നേതൃത്വത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനങ്ങളോടെയാണ് വെബ്കാസ്റ്റിംഗ് നിരീക്ഷണം. പോളിംഗ് ദിനത്തിൽ രാവിലെ 5 മണി മുതൽ പോളിംഗ് അവസാനിച്ച് ബൂത്തിലെ പ്രവർത്തനം അവസാനിക്കുന്നതുവരെ 184 ബൂത്തിലും ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരിക്കും. മണ്ഡലത്തിൽ 7 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. 58ഓളം ബൂത്തുകൾ പ്രശ്ന സാധ്യതാ പട്ടികയിലുമുണ്ട്. ഇത്തരം ബൂത്തുകളിൽ കേന്ദ്ര സുരക്ഷാ സേനയുടെ സുരക്ഷ ഒരുക്കിയതായി വരണാധികാരി അറിയിച്ചു. ശക്തമായ പ്രചരണാവേശം നിറഞ്ഞുനിന്ന പാലക്കാട് മണ്ഡലം ഇനി വിധി എഴുതുകയാണ്. പ്രചരണ രംഗത്തുണ്ടായ വാശിയും ആവേശവും പോളിംഗിലും പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവാദമായ പത്രപരസ്യത്തിൽ പ്രതികരണവുമായി മന്ത്രി MB രാജേഷ്. വിദ്വേഷ പ്രചാരണം നടത്തിയ സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് കോൺഗ്രസ് ആണെന്നും പരസ്യത്തിലൂടെ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നും MB രാജേഷ് പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മറ്റൊരു രീതിയാണ് പത്രപരസ്യമെന്ന ഷാഫി പറമ്പിൽ MPയുടെ പ്രതികരണത്തിന് പിറകെയാണ് മന്ത്രിയുടെ വിശദീകരണം. വിദ്വേഷ പ്രസംഗം നടത്തിയ ആളെ കൂട്ടത്തിൽ കൂട്ടിയത് UDF ആണ്. അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് LDF പത്രപരസ്യത്തിലൂടെ ചെയ്തിട്ടുള്ളതെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. അപ്പൊ ഈ വിദ്വേഷ പ്രചരണം നടത്തിയ ആളെയല്ലേ അവർ സ്വീകരിച്ചത്? ഞങ്ങളാണോ നടത്തിയത്? സന്ദീപ് വാര്യരല്ലേ വിദ്വേഷ പ്രചരണം നടത്തിയത്? അപ്പൊ അവരല്ലേ സ്വീകരിച്ചത് വിദ്വേഷ പ്രചരണം നടത്തിയ ആളെ? അത് ചൂണ്ടിക്കാണിക്കുന്നതാണോ വിദ്വേഷ പ്രചരണം, അതോ വിദ്വേഷ പ്രചാരകനെ സ്വീകരിച്ചതാണോ? പാലക്കാട് നഗരസഭയിലെ BJP കോട്ടകളിൽ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ കൊടി ഉയരുമെന്നും മന്ത്രി പറഞ്ഞു. ജാംബവാന്റെ കാലത്താണ് ബാബർ മസ്ജിദ് തകർത്തത് എന്ന പരാമർശത്തിൽ ഷാഫി പറമ്പിൽ മറുപടി പറയണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ജാംബവാന്റെ കാലത്താണ് ബാബർ മസ്ജിദ് തകർത്തത് എന്ന് പറഞ്ഞത് ഒരു കോൺഗ്രസ് നേതാവും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. വ്യാജ ID കാർഡ് നിർമ്മിച്ച അതേ ആളുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിട്ടുള്ളത് എന്ന് പരസ്യം പോലെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഒരു ബൂത്തിൽ പോലും ഒരു കള്ളവോട്ട് പോലും ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. ഇതിനിടെ വിവാദ പരസ്യം പ്രസിദ്ധീകരിച്ച 2 പത്രങ്ങളോടും ജില്ലാ കളക്ടർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരസ്യങ്ങൾക്ക് MCMC സെല്ലിന്റെ ഔദ്യോഗിക അനുമതി ലഭിച്ചിരുന്നില്ല. മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരത്തിൽ പരസ്യം നൽകാനാകില്ല. അനുമതിയില്ലാതെ പരസ്യം പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിലാണ് മാധ്യമ സ്ഥാപന പ്രതിനിധികളോട് ഹാജരായി വിശദീകരണം നൽകാൻ കളക്ടർ ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നവംബർ 20-ന് ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. വോട്ടെണ്ണൽ ദിനമായ 23-നും ഡ്രൈ ഡേ ആയിരിക്കും. പ്രസ്തുത ദിനങ്ങളിൽ മദ്യമോ സമാനമായ ഒന്നും തന്നെയോ ഭക്ഷ്യശാലകളിലോ കടകളിലോ സ്ഥാപനങ്ങളിലോ വിൽക്കാനും വിതരണം ചെയ്യാനും പാടില്ലെന്ന് ഉത്തരവിൽ ജില്ലാ കളക്ടർ വ്യക്തമാക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ജില്ലാ കേന്ദ്രങ്ങളിൽ റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധ ധർണ. പാലക്കാട്ട് ധർണാ സമരം AKRRDA ജില്ലാ ജനറൽ സെക്രട്ടറി A. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരികളുടെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ കമ്മീഷൻ അനുവദിക്കണമെന്നാണ് മുഖ്യ ആവശ്യം. മന്ത്രിയുടെ പ്രസ്താവന എന്താണ്? തോട്ടക്കടയിൽ പോയി വാങ്ങിക്കാമെന്നതല്ല. അങ്ങനെയല്ലല്ലോ. ഇത്രയും കുടുംബങ്ങൾ, 95 ലക്ഷം കുടുംബങ്ങൾക്ക് ഞങ്ങൾ അരി വിതരണം ചെയ്യുന്ന 3.5 കോടി ആനുകൂല്യം, 3.5 കോടിയോളം വരുന്ന അംഗങ്ങൾക്കുള്ള ആനുകൂല്യം നൽകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ താറുമാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കേരളത്തിലെ മുഴുവൻ താലൂക്കുകളിൽ കേന്ദ്രീകരിച്ച് നമ്മൾ ഇതുപോലുള്ള ധർണാ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരം വിജയിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ സമരം ഞങ്ങളുടെ ആനുകൂല്യം 2 മാസത്തെ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുവരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. കേരളത്തിലെ റേഷൻ വ്യാപാരികളുടെ സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ കമ്മീഷൻ അനുവദിക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക, വാതിൽപ്പടി വിതരണം സുഗമമാക്കുക, കുടിശ്ശികയുള്ള കിറ്റ് കമ്മീഷൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. ആവശ്യങ്ങളിൽ സത്വര നടപടിയുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല കടയടപ്പ് സമരം ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് റേഷൻ വ്യാപാരികളുടെ ഏകോപന സമിതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാലക്കാട്ടെ സമരത്തിൽ താലൂക്ക് പ്രസിഡന്റ് VP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ H. റാഫി, PM അബ്ദുൽ നാസർ, S. ഗണേശൻ, സിറാജുദ്ദീൻ വടവനൂർ, V. കൃഷ്ണനുണ്ണി, M. രവീന്ദ്രൻ, നവാസ് മങ്കര, R. രാധിക, R. രജിത, സജിത്ത്, ഫിറോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡെസ്കിൽ നിന്നൊരു വാർത്ത. തിരുവില്ലാമലയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് 4ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം.
പാറമേൽപ്പടി അരിമ്പൻകുണ്ട് കാഞ്ഞങ്ങാട്ടിൽ വീട്ടിൽ നന്ദകുമാറിന്റെയും രമ്യയുടെയും മകൾ 9 വയസ്സുള്ള നേഹാനന്ദനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ട് മടങ്ങവേ തിരുവില്ലാമല പുനർജനി റെസിഡൻസ് അസോസിയേഷൻ ഗേറ്റിന് സമീപമാണ് അപകടം നടന്നത്. സാരമായി പരിക്കേറ്റ നേഹയെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നേഹയുടെ അച്ഛന്റെ സഹോദരൻ കൂടിയായ സുനിലാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത്. പിതാവ് നന്ദകുമാർ വിദേശത്താണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളത്ത് 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. കുന്നംകുളം പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിലാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ തോപ്പിലായിരുന്നു കടന്നൽക്കൂട്. ഉച്ചയോടെയാണ് ആദ്യ ആക്രമണമുണ്ടായത്. പ്രദേശവാസിയായ 66 വയസ്സുള്ള റോയിക്കാണ് തെങ്ങിൻ തോപ്പിന് സമീപത്തെ റോഡിൽ വെച്ച് കടന്നൽ കുത്തേറ്റത്. ഇയാൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. പ്രദേശവാസികളായ 66 വയസ്സുള്ള ജോബിരാജ്, 49 വയസ്സുള്ള സുനീതൻ, 27 വയസ്സുള്ള സുമൻരാജ്, 66 വയസ്സുള്ള ധർമ്മപാലൻ എന്നിവർക്കും ചൊവ്വാഴ്ച കടന്നൽ കുത്തേറ്റു. പരിക്കേറ്റവർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വിവരമറിഞ്ഞെത്തിയ കുന്നംകുളം നഗരസഭാ കൗൺസിലർ ബീന രവി വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് വോളണ്ടിയറും സ്നേക്ക് ക്യാച്ചറുമായ രാജൻ പെരുമ്പിലാവ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാത്രി കടന്നൽക്കൂട് നശിപ്പിക്കാനാണ് തീരുമാനം. ഫീൽഡ് നഗർ ഭാഗത്താണ് ഇങ്ങനെ ഒരു കാട്ടുകടന്നല് ശ്രദ്ധയിൽപ്പെട്ടത്. എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ 2-3 ആളുകളെ കുത്തേറ്റതിൻ്റെ ഫലമായിട്ട് 3 ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ബാക്കി കുറച്ച് ആളുകൾക്ക് നാട്ടിലും കുത്തേറ്റുകൊണ്ട് വഴിയിൽ കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പോൾ അത് നമ്മൾ ഫയർഫോഴ്സിലെ അറിയിക്കുകയും അവിടുന്ന് ഫയർഫോഴ്സിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ അത് നശിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന്. 1-2 ആൾക്കാർക്ക് അതീവ ഗുരുതരമായുള്ള കുത്തേറ്റിട്ടുണ്ട്. ഒരാൾ ICUവിലാണ്. 1-2 പേര് പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ബാക്കി ഞാൻ ആ ഏരിയ കണ്ടു, അത് ഞാൻ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ പഞ്ചായത്തിലെ വാർഡ് വിഭജനം BJPക്കായി ഇടതുപക്ഷ ഭരണസമിതി അട്ടിമറിച്ചെന്ന ആരോപണവുമായി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ ഹുസൈൻ ഷഫീഖ്. ഇതിനെതിരെ കളക്ടർക്കും ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്കും പരാതി നൽകുമെന്ന് ഹുസൈൻ ഷഫീഖ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ 9ാം വാർഡ് 2ആക്കി വിഭജനം നടത്തിയപ്പോൾ പുതിയ വാർഡായ നഗരിപ്പുറം പൂർണ്ണമായും BJPക്ക് അനുകൂലമായി മാറ്റിയതോടൊപ്പം നിലവിലെ 10ാം വാർഡിനെ തകർക്കാൻ BJPക്ക് സ്വാധീനമുള്ള 12ാം വാർഡിൽ നിന്നുമുള്ള വീടുകളെ ചേർത്തിയെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. 9ാം വാർഡിനെ 2ആയി വിഭജിക്കുമ്പോൾ 8ാം വാർഡിൽ നിന്നുമുള്ള വീടുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ വിഭജിക്കാമായിരുന്നു. അത് ചെയ്യാതെയാണ് 10ാം വാർഡിനെ പൂർണ്ണമായും BJP വൽക്കരിച്ചതെന്നും ഇതിന് മുഴുവൻ ഉത്തരവാദിയും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് അധികൃതരുമാണെന്നും ഹുസൈൻ ഷഫീഖ് പറഞ്ഞു. IKM പറഞ്ഞ സഞ്ജയ് മുഖാന്തരമുള്ള മിഷനിൽ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ നിലവിലുള്ള വീടുകളുടെ എണ്ണവും തമ്മിൽ ഒരുപാട് തെറ്റുകളുണ്ട് എന്ന് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള മണ്ണൂർ പഞ്ചായത്തിലെ 14 വാർഡുകളിൽ നിന്നും 15 വാർഡായി മാറിയ പ്രക്രിയ മണ്ണൂർ പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും കൂടി അട്ടിമറിച്ചിരിക്കുകയാണ്. കാരണം മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ 9ാം നമ്പർ വരെ അതുപോലെയും 9ാം നമ്പർ തൊട്ട് പുതിയ വാർഡായി വരുന്നത് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ 10ാം വാർഡായി രൂപപ്പെടുന്നത് നഗരിപ്പുറമാണ്. ആ നഗരിപ്പുറം വാർഡ് പൂർണ്ണമായും BJPക്ക് അനുകൂലമുള്ള ഒരു വാർഡാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ്, ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിലുള്ള 10ാം വാർഡ് മണ്ണൂർ പഞ്ചായത്തിന്റെ പേരിൽ മണ്ണൂർ എന്ന 10ാം വാർഡിൽ ആ 10ാം വാർഡിൽ നിന്നും വലിയോട് ഭാഗത്ത് നിന്ന് 12ാം വാർഡിൽ നിന്നും അതുപോലെ തന്നെ 11ാം വാർഡ് അരമവാർഡിൽ നിന്നും കുറച്ച് വീടുകൾ കയറ്റി അതും UDFന് എതിരായി നിൽക്കുന്ന ഒരു സംവിധാനം. അതായത് മണ്ണൂർ പഞ്ചായത്തിൽ LDFനോട് കടപിടിക്കുന്ന UDFനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി BJPയുടെ അംഗങ്ങളുടെ എണ്ണം കൂട്ടുന്ന ഒരു സംവിധാനമാണ് ഇവിടുത്തെ LDF സമീപിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നവാസ്, പഞ്ചായത്ത് അംഗം സുനിത പ്രേമദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളം പാറയമ്പാടത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞു. അപകടത്തിൽ 3 അയ്യപ്പ ഭക്തർക്ക് നിസ്സാര പരിക്കേറ്റു. പുലർച്ചെ 5:30യോടെയായിരുന്നു അപകടം. കർണാടക തുങ്കൂർ സ്വദേശികൾ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലുണ്ടായിരുന്ന ഹമ്പുകൾ ചാടിയതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് പാടത്തേക്ക് മറിയുകയായിരുന്നു. അപകട സമയത്ത് മിനി ബസ്സിൽ 20ഓളം അയ്യപ്പ ഭക്തരുണ്ടായിരുന്നു. ഇവരിൽ 3 പേർക്ക് കാലിന് നിസ്സാരമായി പരിക്കേറ്റു. അപകട വിവരമറിഞ്ഞ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ സന്തോഷ്, കുന്നംകുളം അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരായ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, റഫീഖ്, വിപിൻ, ഹരിക്കുട്ടൻ, സനൽ, അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവും
സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പരിക്കേറ്റവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. സംഭവസ്ഥലത്തു നിന്ന് മിനി ബസ് ക്രെയിൻ ഉപയോഗിച്ച് എടുത്തുമാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വടക്കാഞ്ചേരിയിൽ വാൻ ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞ വാനിന് പിറകിൽ ഓട്ടോറിക്ഷ ഇടിച്ചു കയറി. വടക്കാഞ്ചേരി ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന വാഹനങ്ങളാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. റോഡിൽ അശാസ്ത്രീയമായി ഡിവൈഡറുകൾ സ്ഥാപിച്ചതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അതായത് ഇപ്പോൾ ഇവിടെ അപകടം വരാൻ കാരണം പുതിയ ഡിവൈഡർ സ്ഥാപിച്ചതിലുള്ള അപാകതയാണ്. പഴയ ഡിവൈഡറുകൾ വളരെ നല്ല ഡിവൈഡർ ആയിരുന്നു. അതായത് പ്ലാസ്റ്റിക് മോഡൽ സാധനമായിരുന്നു. അത് വണ്ടി ഇടിച്ചാലും ചെരികയല്ലാണ്ട് വേറെ വണ്ടിക്ക് പ്രശ്നങ്ങളോ അപകടങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇതേ അപാകത തന്നെയാണ് പാർലിക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്. പല ജീവനുകളും പാർലിക്കാടും പൊലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവൈഡർ ഇപ്പോൾ മിനിഞ്ഞാന്ന് തൊട്ട് അതിന് ബ്ലാക്ക് പെയിൻറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അത് കാരണം ഈ ഡിവൈഡർ കാണുക പോലും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാഹനം മാറുകയും വേറൊരു വാഹനം അതിന് മൂട്ടി വന്നിരിക്കുകയും ചെയ്തത്. 3 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം. കൊപ്പം ടൗണിലെ വിശ്രമ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. കൊപ്പത്തെ കൈരളി കുടുംബശ്രീക്കാണ് വിശ്രമ കേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതല. ലഘുഭക്ഷണശാല ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അധികം താമസിയാതെ തുടങ്ങാനാണ് തീരുമാനം. 3 വർഷം മുൻപാണ് കൊപ്പത്ത് വില്ലേജ് ഓഫീസിനും വിശ്രമ കേന്ദ്രത്തിനുമായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മുഹമ്മദ് മുഹസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 93.5 ലക്ഷം രൂപ ചിലവഴിച്ചായിരുന്നു നിർമ്മാണം. മുകളിലെ നിലയിലെ വില്ലേജ് ഓഫീസ് നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങി. എന്നാൽ കംഫർട്ട് സ്റ്റേഷനോടുകൂടിയ വിശ്രമ കേന്ദ്രത്തിന്റെ കാര്യത്തിലാണ് അനിശ്ചിതത്വം തുടരുന്നത്. ഇത് തുറക്കാത്തതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കൊപ്പത്തെ ബസ് സ്റ്റാൻഡ് ജനോപകാരപ്രദമാവാത്ത സാഹചര്യത്തിലായിരുന്നു പട്ടണത്തിലെത്തുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിനും വിശ്രമിക്കാനുമായി ഒരു കേന്ദ്രം വേണമെന്ന ആവശ്യമുയർന്നത്. പിന്നീടത് യാഥാർത്ഥ്യമായെങ്കിലും തുറന്നുകൊടുക്കാൻ സമയമെടുത്തു. ഇതിന്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീയെ ഏൽപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും തുറക്കാനുള്ള കാലതാമസം വീണ്ടും പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ കേന്ദ്രം തുറന്നുകൊടുത്തു. ഇത് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ വലിയ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് കുടുംബശ്രീ അംഗങ്ങൾക്കാണ്, കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് ഇത് കൊടുക്കാൻ റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള ഈ സ്ഥാപനം കുടുംബശ്രീ വഴിയാണ് ഇതിന് നടത്തിപ്പ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം പനയൂരിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷം. വാഹനങ്ങൾക്ക് മുന്നിലേക്ക് കുരച്ചു ചാടുന്ന നായ്ക്കൾ ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് ഏറെ ഭീഷണിയാകുന്നത്. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ ഹെലൻ കെല്ലർ സ്കൂൾ പരിസരം, റേഷൻ കട പരിസരം എന്നിവിടങ്ങളിലാണ് തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് കുരച്ചു ചാടുന്നത്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഇത് ഏറെ ഭീഷണിയാകുന്നത്. തിങ്കളാഴ്ച രാവിലെ ഹെലൻ കെല്ലർ വളവിൽ തെരുവുനായ കുറുകെ ചാടി നിയന്ത്രണം വിട്ട ഇരുചക്ര വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ചിരുന്നു. വല്ലപ്പുഴ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് മറിഞ്ഞത്. ബൈക്കിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു. പനയൂർ സ്കൂളിലേക്കുൾപ്പെടെ വിദ്യാർത്ഥികൾ കാൽനടയായി പോകുന്ന വഴി കൂടിയാണിത്. കുട്ടികൾക്കും തെരുവുനായ്ക്കൾ വലിയ ഭീഷണിയായി മാറുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 63ാമത് പറളി ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി. ചലച്ചിത്ര പിന്നണി ഗായകനും നാടൻപാട്ട് കലാകാരനുമായ പ്രണവം ശശി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്നേഹം വന്നാൽ മധുരത്തേന് വീഞ്ഞായി തൂവും നന്ദിച്ചാറ് തോറും കൊണ്ടാൽ അകമേലുണ്ടാൽ വേറാറും വേണ്ടിയില്ലന്മാരെ ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം ആഹാർമാദം ആർക്കും മർമാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. 63ാമത് പറളി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത്. ഉപജില്ലയിലെ 53 സ്കൂളുകളിൽ നിന്നായി 5000-ലധികം വിദ്യാർത്ഥികളാണ് 3 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക. 15 വേദികളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്.
കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പലും ഉപജില്ലാ കലോത്സവത്തിന്റെ ജനറൽ കൺവീനറുമായ പി രേണുക അധ്യക്ഷയായി. പറളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PR ബിന്ദു, പറളി BPC A മജീദ്, അധ്യാപക സംഘടനാ പ്രതിനിധികളായ K മനോജ്, P പ്രമോദ് ചന്ദ്രൻ, PS അച്യുതാനന്ദൻ, PTA പ്രസിഡന്റ് KC കിഷോർ കുമാർ, സ്കൂൾ മാനേജർ ബാലസുബ്രഹ്മണ്യൻ, പറളി ഹൈസ്കൂൾ പ്രധാനാധ്യാപിക TV ജ്യോതി എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ K ശ്രീവത്സൻ സ്വാഗതവും സ്വീകരണ കമ്മിറ്റി കൺവീനർ PP റിയാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളുടെ ഭാഗമായി സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്ത് പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ഒടുവിൽ ശാപമോക്ഷമാകുന്നു. സ്ഥലപരിമിതി മൂലം സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പോലും പുറത്തു നിർത്തേണ്ടി വന്ന സാഹചര്യത്തിലാണ് അധികൃതർ ലേല നടപടികളിലേക്ക് കടക്കുന്നത്. നിരവധി വർഷങ്ങളായി ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന് മുന്നിൽ പരാതി പറയാൻ എത്തുന്നവരെക്കാൾ കൂടുതൽ വാഹനങ്ങളാണ് നിരന്നു നിൽക്കുന്നത്. സ്ഥലപരിമിതി മൂലം സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പോലും പുറത്തു നിർത്തേണ്ടി വന്ന സാഹചര്യത്തെ തുടർന്നാണ് ലേല നടപടികളിലേക്ക് അധികൃതർ കടന്നത്. ഓങ്ങല്ലൂർ സ്വദേശിയാണ് ലേല നടപടികൾ പൂർത്തിയാക്കി വാഹനം വാങ്ങിയത്. കഴിഞ്ഞ ദിവസം തന്നെ സ്റ്റേഷന് മുന്നിലെ വാഹനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു. കൊച്ചിൻ പാലത്തിന് സമീപവും ഉപയോഗശൂന്യമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളുടെയും ലേല നടപടികൾ പൂർത്തിയാക്കിയാൽ പ്രദേശത്തെ യാത്രാക്കുരുക്ക് ഒഴിയുമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ദീർഘദൂര ട്രെയിനുകൾക്ക് വള്ളത്തോൾ നഗർ ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും പാലക്കാട് മുന്നോട്ട്. റെയിൽവേയിലെ ചില ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ ലോബിയുമാണ് റെയിൽവേ വികസനത്തിന് തടസ്സം നിൽക്കുന്നതെന്ന് പാലക്കാട് മുന്നോട്ട് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂർ ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് 80 ട്രെയിനുകൾ ഷൊർണൂരിൽ പോകാതെയാണ് യാത്ര തുടരുന്നത്. ഇത്തരം ദീർഘദൂര ട്രെയിനുകൾക്ക് വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നത് ദീർഘദൂര യാത്രക്കാർക്ക് ഏറെ സൗകര്യമാണെന്ന് പാലക്കാട് മുന്നോട്ട് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ദൂരം കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. ട്രെയിൻ യാത്രയുടെ ദൂരം കുറയ്ക്കാനാണ് ദീർഘദൂര ട്രെയിനുകളുടെ ഷൊർണൂർ വരെയുള്ള യാത്ര വെട്ടിക്കുറച്ചത്. എന്നാൽ യാത്രക്കാരുടെ സൗകര്യം പരിഗണിച്ച് സ്റ്റോപ്പ് അനുവദിച്ചില്ല. ഷൊർണൂരിൽ പോവാത്ത ട്രെയിനുകൾക്ക് ഭാരതപ്പുഴ സ്റ്റോപ്പിൽ സ്റ്റോപ്പ് അനുവദിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല. മലബാർ മേഖലയ്ക്ക്, പ്രത്യേകിച്ചും തൃശൂർ, പാലക്കാട് ജില്ലകൾക്ക് വികസനം സാധ്യമാകണമെങ്കിൽ വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പും അടിസ്ഥാന സൗകര്യവും ആവശ്യമാണ്. നഗര സ്റ്റേഷനുകളോടനുബന്ധിച്ച് ബൈപ്പാസ് സ്റ്റേഷനുകൾ അനുവദിക്കുന്നത് റെയിൽവേ നടപ്പിലാക്കി വരുന്നതാണെങ്കിലും വള്ളത്തോൾ നഗറിനെ അവഗണിക്കുകയാണ്. ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളും റെയിൽവേയും ശ്രദ്ധ ചെലുത്തണമെന്ന് പാലക്കാട് മുന്നോട്ട് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ ഗേറ്റ്വേ സ്റ്റേഷനെ ഒഴിവാക്കിക്കൊണ്ട് ഈ 40 ട്രെയിനുകൾ പോകുന്ന 40 ട്രെയിനുകൾക്ക് ആക്സസിബിലിറ്റി കിട്ടണം എന്നുള്ളത് വിക്കിപീഡിയയിലുണ്ട്, ഷൊർണൂർ സ്റ്റേഷനിൽ പറയുന്നുണ്ട്. ഇതേ പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കങ്കനാടി. ഈ മംഗലാപുരം, ഈ കൊങ്കൺ സെക്ടർ വന്നപ്പോൾ ഈ കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകളൊന്നും മംഗലാപുരം സിറ്റിയിലേക്ക് പോകില്ല. അപ്പോൾ ഈ മംഗലാപുരം സിറ്റിക്ക് വേണ്ടിയിട്ടാണ് കങ്കനാടി സ്റ്റേഷൻ എന്നുള്ളത് കണക്റ്റിംഗ് സ്റ്റേഷനായിട്ട് വെച്ചിട്ടുള്ളത്. അതേമാതിരിയാണ് നേരത്തെ മറ്റേ കോയമ്പത്തൂർ ഭാഗത്തേക്ക് നമ്മളെ ഈ മംഗലാപുരത്ത് ഈ ട്രെയിനുകളൊന്നും കോയമ്പത്തൂർ വഴിക്ക് പോയിരുന്നില്ല. അതിനാണ് നമ്മുടെ എന്താണ് ഇവിടെ ഈ പോത്തന്നൂര് ജംഗ്ഷൻ കൊടുത്തത്. അങ്ങനത്തെ സ്ഥലത്ത് റെയിൽവേ എല്ലാത്തിലും കൊടുക്കുന്നുണ്ട് സ്റ്റോപ്പ്. സെക്രട്ടറി വള്ളത്തോൾ മുരളീധരൻ, ഓമൽകുമാർ, ഗിരിജാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു. പറളി എടത്തറ മഹിമ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് എഡിറ്റിംഗ് ടെക്നോളജി തുടങ്ങിയിട്ടുള്ളതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ പ്രതീക്ഷയുടെ പ്രതീകമാണ്. ചരിത്രം നമ്മൾ ഓർക്കപ്പെടുന്നത് നിങ്ങളിലൂടെയാണ് എന്നുള്ളതും കേരളീയ സമൂഹത്തിന്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ ഇന്ന് അനിവാര്യമായ ഒരു വിഭാഗമാണ് ഇവിടെ സംവേദിച്ചിരിക്കുന്നത് എന്ന് അസന്നിഗ്ധമായി പറയാൻ
ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഏറ്റവും പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. വിശിഷ്യ മലയാളികൾ പ്രബുദ്ധതയുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, മറ്റ് സാങ്കേതിക വൈവിധ്യങ്ങളുടെയും വൈദഗ്ധ്യങ്ങളുടെയും കാര്യത്തിലെല്ലാം മലയാളികൾ ആർജിച്ചു കൊണ്ടിരുന്ന നേട്ടം ചെറുതല്ല. പാർലി കണ്ണപ്പൻ നഗറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പ്രകാശ് സൂര്യ സ്വാഗതം ആശംസിച്ചു. ജില്ലാ പ്രസിഡന്റ് ജയറാം വാഴക്കുന്നം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് ബാബുക്കോട്ടയിലും മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാട്ടുകുഴിയും നിർവഹിച്ചു. സമ്മേളന വേദിയിൽ വെച്ച് ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മങ്കര CIA പ്രതാപനും ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം പാർലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുകാദേവിയും നിർവഹിച്ചു. മുദ്ര ഗോപി, മസൂദ് മംഗലം, KK സന്തോഷ്, ഉമാശങ്കർ, PC അശോക് കുമാർ, ഗുരുവായൂരപ്പൻ, അജിത് കുമാർ, സതീഷ്, നാരായണൻകുട്ടി, ഗിരീഷ് പട്ടാമ്പി, ബാബു ഇലിയാസ്, തനീഷ് എടത്തറ, ഉണ്ണി ഡിസയർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് മണിനഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളോട്ടുകുഴി ഉദ്ഘാടനം ചെയ്തു. സുകുമാരൻ വർണ്ണം സ്വാഗതം ആശംസിച്ച പരിപാടിയിൽ ജയറാം വാഴക്കുന്നം അധ്യക്ഷനായി. മുദ്ര ഗോപി സംഘടനാ റിപ്പോർട്ടും പ്രകാശ് സൂര്യ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഉണ്ണി ഡിസയർ വരവ് ചെലവ് കണക്കും രാജേഷ് കല ജില്ലാ വെൽഫെയർ കണക്കും അവതരിപ്പിച്ചു. KK സന്തോഷ്, ഗിരീഷ് പട്ടാമ്പി, ബാബു ഇലിയാസ്, തനീഷ് എടത്തറ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോട്ടായി. KSFE വാണിയംകുളം ശാഖയിൽ കസ്റ്റമർ മീറ്റ് 2024 സംഘടിപ്പിച്ചു. തോൽപ്പാവക്കൂത്ത് കലാകാരൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. KSFE 55ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് വാണിയംകുളം ശാഖയിൽ കസ്റ്റമർ മീറ്റ് 2024 സംഘടിപ്പിച്ചത്. ഇടപാടുകാരോടൊത്ത് ജന്മദിനം ആഘോഷിക്കുകയും ഇടപാടുകാരുമായുള്ള ബന്ധം സുദൃഢമാക്കുകയും വിലപ്പെട്ട ആശയങ്ങളും അഭിപ്രായങ്ങളും തേടുകയുമാണ് ലക്ഷ്യം. വാണിയംകുളം ശാഖയിൽ നടന്ന കസ്റ്റമർ മീറ്റ് പത്മശ്രീ രാമചന്ദ്ര പുലവർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അപ്പോഴാണ് യാദൃശ്യമായിട്ട് 1 ലക്ഷം രൂപ കൂടി എന്നെ ആദ്യമായിട്ട് ചേർത്തത്. അപ്പോൾ ആ ചേർത്തിയ ആ കാലഘട്ടത്തിൽ വീടിൻ്റെ പണി പൂർത്തിയാക്കിയിരുന്നു. അതിനുള്ള സാമ്പത്തികങ്ങളൊക്കെ എവിടുന്ന കണ്ടെത്തുക എന്നൊക്കെയായിരുന്നു. അപ്പോൾ രണ്ടാമത് തന്നെ എനിക്ക് ആ കൂടി ലഭിച്ചു. എൻ്റെ ജീവിതത്തിലുള്ള ആ ജീവിതയാത്രയിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ നിർമ്മാണം അത് തുടങ്ങി വയ്ക്കുവാനും അത് പൂർത്തീകരിക്കുവാനും KSCBയുടെ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും പങ്കുവച്ചിട്ടുണ്ട്. ബ്രാഞ്ച് മാനേജർ ഷീജ വില്യംസ് സ്വാഗതം പറഞ്ഞു. പാലക്കാട് റീജിയണൽ ഓഫീസ് മാനേജർ P ശാരിക അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഹെഡ് ഓഫീസ് സീനിയർ മാനേജർ AR ബാബു മുഖ്യപ്രഭാഷണം നടത്തി. കസ്റ്റമർമാരായ VP ഗോപാലകൃഷ്ണൻ, വേണുഗോപാലൻ മാസ്റ്റർ, AG അശോകൻ, K കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അസിസ്റ്റന്റ് മാനേജർ PV അജിത് കുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൈവരികളില്ല. അപകട ഭീഷണി ഉയർത്തി മങ്കര വെള്ള റോഡ്. SBI ശാഖയ്ക്ക് സമീപമുള്ള മലമ്പുഴ പ്രധാന കനാൽ. കൈവരി സ്ഥാപിക്കാനുള്ള നടപടി ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. പ്രധാന പാതയോട് ചേർന്നാണ് 15 മീറ്റർ താഴ്ചയുള്ള കനാലും കടന്നുപോകുന്നത്. കൂടാതെ ഇവിടെയുള്ള വളവും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. അടിതെറ്റിയാൽ വാഹനം കനാലിലേക്ക് വീഴാനുള്ള സാധ്യതയും ഏറെയാണ്. വെള്ള റോഡ് ജംഗ്ഷനിൽ നിന്ന് ബാങ്കിലേക്കും EMS കോളനി വഴി മങ്കര കാളികാവ് പ്രധാന റോഡിലേക്കുമുള്ള എളുപ്പ വഴിയാണ് ഈ കനാൽ പാത. പ്രതിദിനം 100 കണക്കിന് വാഹനങ്ങളാണ് ഈ വഴി കടന്നു പോകുന്നത്. അപകട സാധ്യത ഏറെയുള്ളതിനാൽ വെള്ള റോഡ് ജംഗ്ഷനിൽ നിന്നും 100 മീറ്റർ വരെ കൈവരി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. 100 മീറ്റർ ദൂരം വരെ കനാൽ 15 മീറ്ററോളം ആഴമുള്ള ഭാഗമാണ്. ഇരുചക്ര വാഹനങ്ങളും മറ്റു വാഹനങ്ങളും ജീവൻ പണയം വെച്ചാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. മങ്കര പഞ്ചായത്തിലെ വളറോഡ് നിന്ന് EMS കോളനിയിലേക്ക് പോകുന്ന ഒരു കനാൽ റോഡുണ്ട്. അതിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക് പല ഘട്ടങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കനാലും റോഡും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. റോഡ് വിട്ട് ഒരു ബൈക്ക് തന്നെ ഒന്ന് സ്കിഡായി റോഡ് വിട്ട് മണ്ണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 15-20ഓളം അടിയുള്ള കനാലിലേക്ക് ആ ബൈക്കുകാരും കാൽനട യാത്രക്കാരും ഒക്കെ വീഴുന്നൊരവസ്ഥയാണ് അതുള്ളത്. അതിൽ തന്നെ നല്ല അപകടകരമായിട്ടുള്ള വളവുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ആ ഒരു റോഡിൽ നമ്മുടെ ഇറിഗേഷൻ വകുപ്പ്
മലമ്പുഴ കനാൽ കാടാ ഇറിഗേഷൻ വകുപ്പ് ബന്ധപ്പെട്ട അധികാരികൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്ത് ഒരു കൈവരി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി എടുക്കണം എന്നുള്ളത് അവിടെ പൊതുജനങ്ങളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അപകടങ്ങൾ ഏത് നിമിഷവും പതിഞ്ഞു നിൽക്കുന്നതാണ്. കൂടുതൽ വാഹനങ്ങൾ, ബൈക്ക് യാത്രക്കാർ, ഓട്ടോറിക്ഷകൾ പോലെയുള്ള കൂടുതൽ വാഹനങ്ങൾ പോകുന്നതാണ്. അപകട വളവുകളുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ ഒരു കൈവരികൾ നിർമ്മിക്കാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നവംബർ 30 മുതൽ ഡിസംബർ 15 വരെ നടക്കും. കേരളോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സംഘാടക സമിതി യോഗത്തിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MM ബിന്ദു, ബ്ലോക്ക് കോർഡിനേറ്റർ സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരളോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പ് സംബന്ധിച്ച് ചർച്ച നടന്നു. നവംബർ 30 മുതൽ ഡിസംബർ 15 വരെയാണ് വിവിധ മത്സര ഇനങ്ങൾ സംഘടിപ്പിക്കുക. നവംബർ 20 മുതൽ 27 വരെ അപേക്ഷാഫോറങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഹെൽപ്പ് ഡെസ്കിൽ സ്വീകരിക്കും. മത്സരാർത്ഥികൾ 2024 നവംബർ 1 15 വയസ്സ് പൂർത്തിയായവരാവണം. 40 വയസ്സ് പിന്നിട്ടവർക്ക് മത്സരിക്കാൻ കഴിയില്ല. അപേക്ഷയോടൊപ്പം ആധാർ കാർഡിൻ്റെ കോപ്പി, ഫോട്ടോ എന്നിവ സമർപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മണ്ണൂർ പഞ്ചായത്തിലെ പൊതുകുളം ഇന്ന് കൃത്യമായ പരിപാലനം പോലുമില്ലാതെ തകർച്ചയുടെ വക്കിലാണ്. പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം സംരക്ഷിച്ച് നിലനിർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. മണ്ണൂർ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മങ്കര SS മന്ദിരത്തിന് സമീപത്തെ പൊതുകുളമാണ് കാട് മൂടി നശിക്കുന്നത്. കാലാകാലങ്ങളായി കുളം ശുചീകരിക്കാത്തതാണ് കുളത്തിന്റെ നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന ആക്ഷേപവുമുണ്ട്. 10 വർഷം മുൻപ് വരെ കുളിക്കാനായി ആളുകൾ വിദൂരങ്ങളിൽ നിന്നുപോലും എത്തിയിരുന്നു. എന്നാൽ കാട് മൂടിയതോടെ കുളം പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായി. സമീപത്തെ ഏക്കർ കണക്കിന് കൃഷിക്ക് പോലും ആശ്രയമായിരുന്നു ഈ പൊതുകുളം. 10 വർഷം മുൻപ് ഈ കുളം നീന്തൽ കുളമാക്കി വാർത്തെടുക്കാനുള്ള ശ്രമം മണ്ണൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നെങ്കിലും പിന്നീട് അത് ഉണ്ടായില്ല. മണ്ണൂർ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഈ കുളം ഇല്ലാതാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം ശുചീകരിച്ച് നിലനിർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ ചതുർദിന കഠോപനിഷത്ത് ജ്ഞാനയജ്ഞം ആരംഭിച്ചു. മേൽശാന്തി ശങ്കരനാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, അരുണ ദിവാകരൻ, പ്രഭാവതി ടീച്ചർ, രാജേഷ് പൊക്കണ്ടത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചുടുവാലത്തൂർ ശിവക്ഷേത്ര കമ്മിറ്റിയുടെയും നാരായണീയ സമിതിയുടെയും സഹകരണത്തോടെ ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ ഇന്റർനാഷണൽ ടീച്ചർ രാകേഷാണ് 4 ദിവസത്തെ കഠോപനിഷത്ത് ജ്ഞാനയജ്ഞം നയിക്കുന്നത്. 22-നാണ് സമാപനം. നിത്യേന രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് യജ്ഞം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ താപനത്തിന്റെ ആവശ്യത്തിൽ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് വോട്ടെടുപ്പ് ബുധനാഴ്ച രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ 1,94,706 വോട്ടർമാർ. മികച്ച പോളിംഗ് പ്രതീക്ഷിച്ച മുന്നണികൾ. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിവാദമായ പത്രപരസ്യത്തിൽ പ്രതികരണവുമായി മന്ത്രി MB രാജേഷ്. വിദ്വേഷ പ്രചാരണം നടത്തിയ സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് കോൺഗ്രസ് ആണെന്നും പരസ്യത്തിലൂടെ അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി. വിശദീകരണം: കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മറ്റൊരു രീതിയാണ് പത്രപരസ്യമെന്ന ഷാഫി പറമ്പിൽ MP-യുടെ ആക്ഷേപത്തിന് പിറകെ പരസ്യം നൽകിയ പത്രങ്ങളോട് കളക്ടർ വിശദീകരണം ആവശ്യപ്പെട്ടു. റേഷൻ വ്യാപാരികൾ പ്രക്ഷോഭത്തിൽ. സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ കടകൾ അടച്ചിട്ട് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ധർണ. 2 മാസത്തെ കുടിശ്ശികയായ കമ്മീഷൻ അനുവദിക്കണമെന്നും വേതനം പരിഷ്കരിക്കണമെന്നും പ്രധാന ആവശ്യം. കുന്നംകുളത്ത് കടന്നലുകളുടെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്ക്. കടന്നൽ കുത്തേറ്റ ഒരാളുടെ നില ഗുരുതരം.
സംഭവം കുന്നംകുളം പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ. കുന്നംകുളം പാറേമ്പാടത്ത് കർണാടക സ്വദേശികളായ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. 3 തീർത്ഥാടകർക്ക് പരിക്ക്. ദീർഘദൂര ട്രെയിനുകൾക്ക് വള്ളത്തോൾ നഗറിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് പാലക്കാട് മുന്നോട്ട്. റെയിൽവേ സ്റ്റേഷനിൽ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ദീർഘദൂര വണ്ടികൾ പലതും ഷൊർണൂരിൽ സ്പർശിക്കാത്ത സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ സത്വര നടപടി അനിവാര്യമെന്ന് പാലക്കാട് മുന്നോട്ട് ഭാരവാഹികൾ. വാണിയംകുളം പനയൂരിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷം. വാഹനങ്ങൾക്കു നേരെ തെരുവുനായ്ക്കൾ കുരച്ചു ചാടുന്നത് അപകടങ്ങൾ പെരുകാൻ കാരണമാകുന്നു. വിദ്യാർത്ഥികൾക്കും തെരുവുനായ്ക്കൾ വലിയ ഭീഷണി. വിവിധ കേസുകളിലായി ചെറുതുരുത്തി പോലീസ് പിടിച്ചിട്ട വാഹനങ്ങൾ ലേലം ചെയ്യും. നടപടി സ്റ്റേഷൻ കോമ്പൌണ്ടിൽ വാഹനങ്ങൾ പെരുകിയത് സ്ഥലപരിമിതി രൂക്ഷമാക്കിയ സാഹചര്യത്തിൽ. സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പോലും ഇപ്പോൾ കോമ്പൌണ്ടിന് പുറത്തു നിർത്തിയിടേണ്ട അവസ്ഥ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.